ബെൻഡിഗോ മലയാളി അസോസിയേഷൻ ഈസ്റ്റർ വിഷു സെലിബ്രേഷൻസ് 2024. Good evening, namaskaram, assalamu alaikum. I would start by acknowledging the traditional custodians of the land, which we are here today. My name is Mubarak. I'm the Director of Clinical Services at Board District Health. If you don't know Board, it's an hour away. It's a beautiful town by the lake, an hour away from Bendigo. First of all, what a wonderful night. I would like to congratulate the organizers of BMA, Prem and team, who has pulled it night, bringing celebrations from 3 different faiths under one umbrella. So great job, guys, and our great performance today. I'm conscious of the time. I don't want to hold you for long, and we're waiting for more amazing performance by the youngsters up here today. If you... I should actually apologize to any non-Malayali speakers today that I will be slip into my mother tongue, that it seems like my home group here. So Easter, Eid, Vishu, Sandesham, ദിവസങ്ങൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും എനിക്ക് മനസ്സിൽ നമ്മുടെ ഒരു കോമൺ ഫാക്ടേഴ്സ്, ഒരു കോമൺ എലമെൻറ്റ്സ് ഉള്ളത് പ്രധാനമായി പേഷ്യൻസ്, ലവ്, ഷെയർഡ് ലവ് ആൻഡ് ഓഫ് ഇനിഷ്യലി ഫോർ പേഷ്യൻസ്, ഷെയർഡ് ലവ് ആൻഡ് ഓഫ് ലക്ക്. സോ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ബെറ്റർ ഹ്യൂമൻ ബീങ്സ് ആക്കുന്ന 30 ദിവസത്തെ റമളാൻ മാസത്തെ നോയമ്പ്, അതിനുശേഷം നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാളാണ്. അപ്പോൾ കൂടാതെ അതുപോലെ തന്നെ ഈസ്റ്ററിൻ്റെ കാര്യത്തിൽ ഫാദർ പറഞ്ഞതുപോലെ സഹനത്തിൻ്റെ ദുഃഖവെള്ളിക്ക് ശേഷം നമ്മൾ പ്രത്യാശയോടെ വിശ്വാസികൾ കാത്തിരിക്കുന്നത് അവരുടെ ഈസ്റ്റർ സൺഡേ. അതുപോലെ തന്നെ ഇതേ പ്രതീക്ഷയും പ്രത്യാശയും ഇതേ സ്നേഹബന്ധങ്ങളുമാണ് നമ്മൾ വിഷുവിനും നമ്മൾ എല്ലാ മലയാളികളും മേടമാസം 1 വിഷുവിന് നമ്മൾ പ്രത്യാശിക്കുന്നതും. സോ വിശുദ്ധ ഖുർആനിലൊരു വചനമുണ്ട്, നമ്മളെ വ്യത്യസ്ത വിഭാഗങ്ങളാക്കിയിരിക്കുന്നത് നമ്മൾ പരസ്പരം പരിചയപ്പെടാനും നമ്മൾ ബന്ധങ്ങൾ പുതുക്കാനും വേണ്ടിയാണ്. ഇതുപോലെയുള്ള വചനങ്ങൾ ബൈബിളിലും ഗീതയിലും തീർച്ചയായും ഉണ്ടാകും. എന്നെക്കാട്ടിലും വളരെ നന്നായി അറിയുന്ന നിങ്ങളും ഉണ്ട്. അത് കൂടാതെ ഇവിടെ അച്ഛനും ശ്രീ നമ്പൂതിരിയും ഇവിടെ ഉണ്ട്. കൂടാതെ ഇതിൽ പിന്നെ നമുക്ക് പ്രത്യേകം നമ്മളെ വിശ്വാസങ്ങൾ ഏതുമായിക്കോട്ടെ നമ്മളെ ഒരുമിച്ച് നിർത്തുന്നതും നമ്മളെ പരസ്പരം ചേർത്ത് നിർത്തുന്നതും എല്ലാം നമ്മൾ മലയാളികളാണ്, അതിലുപരി നമ്മൾ മനുഷ്യരാണ് എന്ന ഒരു സത്യമാണ്. ഇപ്പം നമ്മളിലുള്ള പരസ്പര വിശ്വാസങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ് ഈ കൂട്ടായ്മ നമുക്ക് കാണിച്ചു തരുന്നത്. കൂടാതെ ഇപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായി വളരെയധികം വ്യത്യസ്ത ചിന്താഗതികളുണ്ടെങ്കിലും അതെല്ലാം ചേർന്ന് ഒത്തുപോകാൻ മലയാളികൾക്കാകും എന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെ പ്രവാസികൾ എന്ന നിലയിൽ നമ്മളിതെല്ലാം വളരെയധികം മനസ്സിലാക്കിയവരാണ്. പ്രതീക്ഷയും സ്നേഹവും അതുപോലെ ഹോപ്പ് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസ്, നമ്മുടെ സഹനവുമെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു സമയം അനുഭവിച്ചത് തന്നെയാണ് നമ്മൾ പ്രവാസികളെല്ലാം തന്നെ. ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മൾ ആദ്യം ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ മിക്കവാറും നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്, മലയാളിയാണോ, നാട്ടിലെവിടെയാണ് എന്ന ചോദ്യം. ആ ചോദ്യത്തിൽ നിന്ന് പരിചയപ്പെട്ട് പിന്നീട് വലിയ രക്തബന്ധത്തേക്കാൾ വലിയ സൗഹൃദത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ സാക്ഷികളാണ്. ഇന്നിൻ്റെ സന്ദേശം എന്നാൽ നമ്മൾ സംഘർഷങ്ങളുടെ സമയങ്ങളിൽ നമ്മൾ സ്നേഹത്തിൻ്റെ തുരുത്തുകളായി മാറുക. നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹവും ചുറ്റുമുള്ള മനുഷ്യരോട് നമ്മൾ പകർത്തി കൊടുക്കാൻ നമ്മൾ ഓരോ ദിവസവും ശ്രമിക്കുക. മാനവികതയിൽ ഊന്നി അല്ലെങ്കിൽ മാനവികതയിൽ ഉറച്ചു നിൽക്കുക എന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് ഇന്നിൻ്റെ ആവശ്യവും, ഇത് തന്നെയാണ് ഇന്ന് എൻ്റെ ഈദിൻ്റെ സന്ദേശവും. Anyway, thank you BMA and team for the wonderful opportunity to bring this down on this particular day. Such a great evening. Ellavarkum Eid, Vishu, Easter ആശംസകൾ. Have a great evening, guys, and thank you.